നമസ്കാരം. അന്താരാഷ്ട്ര T20-യിൽ തുടർച്ചയായ 2 മത്സരങ്ങളിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് സഞ്ജു സാംസൺ സ്വന്തമാക്കിയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു. എന്നാൽ സ്വപ്ന ഫോമിലായിരുന്ന സഞ്ജു ഒറ്റയടിക്ക് ഹീറോയിൽ നിന്ന് സീറോ ആകുന്നതിലേക്കായിരുന്നു പിന്നീട് കാര്യങ്ങൾ ചെന്നെത്തിയത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2ാം T20-യിലും 3ാം T20-യിലും 0-ന് പുറത്തായി ആരാധകരെ ഒന്നടങ്കം നിരാശപ്പെടുത്തിയിരിക്കുകയാണ് മലയാളത്തിന്റെ അഭിമാന താരം. സെഞ്ചുറിയനിൽ നടന്ന 3ാം T20-യിൽ 2 പന്ത് നേരിട്ടാണ് സഞ്ജു 0-ൽ പുറത്തായത്. ഈ മത്സരത്തിൽ ഡെക്കായതോടെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു വമ്പൻ നാണക്കേടും സഞ്ജുവിന് സ്വന്തമായിരിക്കുകയാണ്. ഈ വർഷം അന്താരാഷ്ട്ര T20-യിൽ സഞ്ജുവിൻ്റെ 5ാമത്തെ ഡെക്കായിരുന്നു സെഞ്ചുറിയനിൽ കണ്ടത്. ഇതോടെ അന്താരാഷ്ട്ര T20-യിൽ ഒരു കലണ്ടർ വർഷത്തിൽ 5 തവണ 0-ന് പുറത്താകുന്ന ആദ്യ ഇന്ത്യൻ താരമായി സഞ്ജു മാറുകയായിരുന്നു. 2ാം T20-യിൽ ഡെക്കായപ്പോൾ ഒരു വർഷം ഏറ്റവും കൂടുതൽ തവണ 0-ന് പുറത്താകുന്ന ഇന്ത്യൻ ബാറ്റർ എന്ന നാണക്കേട് സഞ്ജുവിന് സ്വന്തമായിരുന്നു. അന്താരാഷ്ട്ര T20-യിൽ തുടർച്ചയായ 2 സെഞ്ചുറികൾ നേടിയതിന് ശേഷം തുടർച്ചയായി 2 കളികളിൽ 0-ന് പുറത്താകുന്ന ആദ്യ താരമെന്ന നാണക്കേടും സഞ്ജുവിന് പേരിലായിരിക്കുകയാണ്. തുടർച്ചയായ 2 മത്സരങ്ങളിൽ ഫ്ലോപ്പായതോടെ 4ാം T20-യിൽ സഞ്ജുവിന് പ്ലേയിങ് 11-ലേക്ക് സ്ഥാനം നഷ്ടമാകുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ പലർക്കും ഉള്ളത്. എന്നാൽ ഈ 2 പരാജയങ്ങളുടെ പേരിൽ സഞ്ജുവിനെ ഇന്ത്യ ടീമിൽ നിന്നും ഒഴിവാക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. നേരത്തെ ദുലീപ് ട്രോഫി മത്സരങ്ങൾക്കിടെ സഞ്ജുവിനോട് സംസാരിച്ച ഇന്ത്യൻ T20 ടീം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് എന്ത് സംഭവിച്ചാലും അടുത്ത 7 കളികളിൽ ഇന്ത്യയുടെ ഓപ്പണർ സഞ്ജു ആയിരിക്കുമെന്ന് ഉറപ്പും നൽകിയിരുന്നു. ബംഗ്ലാദേശിനും ദക്ഷിണാഫ്രിക്കയ്ക്കുമെതിരായ 7 മത്സരങ്ങളാണ് സൂര്യകുമാർ യാദവ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു മത്സരം ബാക്കി നിൽക്കെ സഞ്ജുവിനെ കൈവിടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റില്ല. അടുത്ത കളിയിലും സഞ്ജു ഇന്ത്യയുടെ ഓപ്പണറായി തന്നെ കളിക്കുന്നുണ്ടാകും എന്ന് തന്നെ ഉറപ്പിക്കാം. പ്ലേയിങ് 11-ൽ നിന്ന് താരത്തെ പുറത്താക്കുമോ എന്ന പേടി വേണ്ട എന്ന് ചുരുക്കം. ഈ 2 ഡെക്കുകൾ ഒഴിച്ചു നിർത്തിയാൽ മോശമല്ലാത്ത പ്രകടനം തന്നെയാണ് കഴിഞ്ഞ പരമ്പര മുതൽ സഞ്ജുവിൻ്റേത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരയിലെ അവസാന കളിയിലും ഒരു മികച്ച ഇന്നിംഗ്സ് കാഴ്ചവെക്കാനായാൽ T20 സ്ക്വാഡിൽ സ്ഥാനമുറപ്പിക്കാനും സഞ്ജുവിന് സുഖമായി സാധിക്കും. സെഞ്ചുറിയനിൽ T20-യിലെ ഡെക്ക സഞ്ജുവിൻ്റെ അന്താരാഷ്ട്ര T20 കരിയറിലെ 6ാമത്തെയും ഡെക്കായിരുന്നു. ഇതോടെ KL രാഹുലിനെ മറികടന്ന് അന്താരാഷ്ട്ര T20-യിൽ ഏറ്റവും കൂടുതൽ തവണ 0-ന് പുറത്താകുന്ന ഇന്ത്യൻ താരങ്ങളിൽ 3ാമനായി സഞ്ജു മാറുകയും ചെയ്തിട്ടുണ്ട്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുമാണ് ഇക്കാര്യത്തിൽ സഞ്ജുവിന് മുന്നിലുള്ളത് എന്ന് ആലോചിക്കുമ്പോഴാണ് ആശ്വാസമുള്ളത്. അന്താരാഷ്ട്ര T20-യിൽ ഏറ്റവും കൂടുതൽ തവണ 0-ന് പുറത്താകുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പറും സഞ്ജു സാംസൺ തന്നെയാണ്.